അത് റ എന്ന ലെറ്ററാണ്. റ എന്ന ലെറ്റർ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മലയാളത്തിലെ റ എന്ന ലെറ്റർ അറിയില്ലേ നിങ്ങൾക്ക്? ഇത് മലയാളത്തിലെ റ ആണ്. ഇനി നമുക്ക് ഹിന്ദിയിലെ റ എഴുതി പഠിച്ചാലോ? പഠിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? ബേജാറാവണ്ട, ഞാൻ കാട്ടിത്തരാം. നമ്മൾ ഇംഗ്ലീഷിലെ വി എന്ന ലെറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ വീനെ നമുക്ക് ലേശം ചിരിച്ചൊന്ന് കൊടുത്തു നോക്കൂ. ഇങ്ങോട്ടൊന്ന് ആക്കി നോക്കാം. ഈ വി മനസ്സിൽ വെക്കണം. നമ്മൾ ഈ വി വെച്ചാണ് കളിക്കണത്. ഈ വീനെ ലേശം ചിരിച്ച് നമ്മളിങ്ങനെ ചിരിച്ച് അങ്ങോട്ട് കൊടുക്കുക, എഴുതുക. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു വണ്ണിട്ട് കൊടുക്കൂ. എന്നിട്ട് ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ 6 എഴുതി കൊടുക്കൂ. എന്നിട്ട് ശിരോരേഖ അങ്ങോട്ട് വരച്ചു കൊടുക്കൂ. ആയി, ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? ഈ വി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നും കൂടി കാട്ടിത്തരാം. ഈ വി എന്നല്ല ഇംഗ്ലീഷിലെ ലെറ്റർ നമ്മൾ ചിരിച്ചെഴുതി, എന്നിട്ട് അതിൻ്റെ അടുത്തൊരു വണ്ണിട്ട് കൊടുത്തു. പിന്നെ സ്മോൾ ലെറ്റർ 6 അങ്ങോട്ട് എഴുതി. എന്നിട്ട് അതാ ശിരോരേഖ അങ്ങോട്ട് വരച്ചു. ഈ വരേനെ നമ്മൾ ശിരോരേഖ എന്നല്ലേ പറയുക. ശിരോരേഖ അങ്ങോട്ട് വരച്ചു കൊടുത്തു. റെഡിയായി. മറക്കരുത് കേട്ടോ. ഇനി ഞാനൊരു കാര്യം കാണിച്ചിട്ടേ. ഇതെന്താ? വി അല്ലേ? ഇംഗ്ലീഷിലെ വി അല്ലേ ഇത്? ഈ വി ദാ വി അല്ലേ ഇത്? ഈ വി നമ്മൾ ചിരിച്ചെഴുതി, ഒരു വണ്ണിട്ട് കൊടുത്തു, സ്മോൾ ലെറ്റർ 6 എഴുതി, ശിരോരേഖയും വരച്ചു. റെഡി. റ റ റ റ മറക്കരുത്. വി ചിരിച്ചെഴുതി, വണ്ണിട്ടു, സ്മോൾ ലെറ്റർ 6 എഴുതി, ശിരോരേഖയും വരച്ചു. അപ്പം അതെന്തായി? റ റ റ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്ര ദിവസവും നമ്മൾ എന്തൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു, ഊ പഠിച്ചു, ഊന്നും പഠിച്ചു. ലാസ്റ്റ് ഇന്നിപ്പോൾ പഠിച്ചത് എന്താ? റ. മറക്കരുത് കേട്ടോ.